ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് മീഷോത്തെ ഡ്രസ്സിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. നമുക്കൊരു മീഷോന്ന് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ അത്. അപ്പോൾ നൈറ്റ് ഒന്നും ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് വീട്ടിലിടാനും ഉപയോഗിക്കാം, അത്യാവശ്യം പുറത്തു പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അത് ഏത് ഡ്രസ്സാണെന്നുള്ളത് നോക്കാം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നൈറ്റ് പ്രാവശ്യം വാങ്ങിച്ചില്ല. അപ്പോൾ മീഷോത്തെ കവർ ഇതാണ് ഗൈസ്. നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഒരു ഷോർട്ടായിട്ടുള്ള ടോപ്പാണ് കേട്ടോ. നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. സൈസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ലൂസായിട്ടൊക്കെ ഇടാം. തടിയില്ലാത്തവർക്ക് കുറച്ച് ലൂസായിട്ട് ഇടാം, തടിയുള്ളവർക്ക് ഷേപ്പിൽ കിടക്കുന്നുണ്ട് കേട്ടോ സംഭവം. അത് എനിക്ക് പാകമാണ്. എനിക്കൊന്നും ചെയ്തു വന്നിട്ടില്ല, ഷേപ്പാക്ക് ഒന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. നമുക്ക് വീട്ടിലിടാനും പിന്നെ അതേപോലെ പുറത്തൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ അത്. അങ്ങനെ കേട് വരില്ല. എന്താ പറയുക, അതിന് എന്ത് മെറ്റീരിയൽ എന്ന് പറയുക, ക്രീപ്പല്ല കേട്ടോ. കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ കളർ പോവില്ല, കേടും വരാത്തൊരു ടൈപ്പ് തുണിയാണ് കേട്ടോ അത്. ഇടാനൊക്കെ സുഖമാണ്. കുറച്ച് ചൂടുണ്ടാവും, മഴക്കാലത്ത് ഇടാനായിരിക്കും കുറച്ചും കൂടി കംഫേർട്ട്. അല്ലാതെ വേനൽക്കാലത്ത് ഇടുമ്പോൾ കുറച്ചൊരു ചൂട് അനുഭവപ്പെടും കേട്ടോ. എന്നാലും നമുക്ക് വീട്ടിലിരിക്കുകയാണെന്ന് വെച്ചാലൊക്കെ ഇടാൻ, ഈ നൈറ്റും കാര്യങ്ങളൊന്നും ഇടാൻ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് പലാസൊക്കെ ഇട്ടിട്ട് വീട്ടിലിടാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഒരു 2-3 മാസം മുന്നേ 2 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതിനേക്കാളും കുറച്ചും കൂടി കനമില്ലാത്ത ടൈപ്പാണ്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറേയൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പം ഇതാണ് കേട്ടോ അതിലത്തെ ഒരു ടോപ്പ്. ഇതിൽ വീനൊക്കെയാണ് വന്നിറക്കണത്. കുറച്ചും കൂടിയും ബാക്ക് കഴുത്ത് നമുക്ക് വെട്ടിയിട്ട് ശരിയാക്കുകയാണെന്ന് വെച്ചാൽ ഒന്നും കൂടിയും ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. ഇത് നമുക്ക് കേടുവരാതെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം ടോപ്പാണിത്. ഇതും ഞാൻ മീഷോന്ന് വളരെ വിലക്കുറവിലാണ് കേട്ടോ ഇത് രണ്ടും എടുത്തത്. ഇതിന് ഈ ഒരു ടോപ്പും അതേപോലെ തന്നെ ഈ ജീൻസിൻ്റെ ഒരു മോഡൽ പ്രിൻ്റ് വരുന്ന ഒരു ടോപ്പാണ് കേട്ടോ അത്. ഇതും ഞാൻ മീഷോന്ന് 250 ഉള്ളിലേ ഉള്ളൂ. 2 ടോപ്പിന് 150 രൂപ പോലും ഇതിനായിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ടോപ്പിൻ്റെ വില നോക്കുകയാണെന്ന് വെച്ചാൽ 150 രൂപ പോലും ആയിട്ടില്ല. വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. വീനക്കാണ് വന്നിറക്കുന്നത്. എനിക്ക് വീനക്ക് കുർത്തീസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. തടിയുള്ളവർക്കൊക്കെ വീനക്ക് നല്ലതായിട്ട് ചേരുന്നൊക്കെ ഉള്ളത് എവിടേക്കോ കേട്ടു. എനിക്കും കുഴപ്പമൊന്നുമില്ല. ബാക്ക് ഒന്നും കൂടി റൗണ്ടായിട്ട് വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇടുമ്പോൾ ഒരു നല്ലൊരു രസമായിട്ട് തോന്നും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കാലത്ത് ഇടുങ്ങിയ പോലെ ഉണ്ട്. പക്ഷെ ഞാൻ അത് വെട്ടി ശരിയാക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. 2-3 മാസമായി എടുത്തിട്ട്. 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. എങ്ങനെയും 2-3 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതും കൂടിയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് 2 ടോപ്പ് 250 ഉള്ളിലേ വന്നിട്ടുള്ളൂ. ഞാൻ കറക്റ്റായിട്ടുള്ള വില ഞാനിപ്പോൾ നോക്കി പറയാം കേട്ടോ. അപ്പോൾ ഇതാണ്ടില്ലേ, ഈ കുർത്തിയുടെ വില വന്നിട്ട് 188 രൂപയ്ക്കാണ് കേട്ടോ. 204 രൂപയാണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ GPay ചെയ്യുമ്പോൾ 188 രൂപയ്ക്കാണ് എനിക്ക് ഈ കുർത്തി കിട്ടിയിരിക്കുന്നത് കേട്ടോ. ചെറിയൊരു വി പോലെ ഇവിടെ അങ്ങനെ കട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട് വേണിച്ച് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ അതേപോലെ ഈ 2 ടോപ്പ് കോംബോ ഓഫറിലാണ് വാങ്ങിച്ചിറക്കുന്നത്. 257 രൂപയാണ് ഇതിന് വന്നിറക്കുന്നത് കേട്ടോ. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, അല്ല ക്യാഷ് ഓൺ ഡെലിവറി അല്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ 257 രൂപയ്ക്ക് നമുക്ക് ഇത് 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുർത്തി. മറ്റേ രണ്ടെണ്ണം ഞാൻ ഒരുപാട് വട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റീസെൻ്റ്ലി വാങ്ങിച്ചത് ഞാൻ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിച്ചാൽ വാങ്ങിച്ചോളൂ കേട്ടോ. നമുക്ക് വീട്ടിലിടാനും അതേപോലെ അത്യാവശ്യം ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനൊക്കെ അടിപൊളിയാണ്. ജീൻസിൻ്റെ കൂടെ മറ്റേ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്കിത് പെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതേപോലെ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വേണമെച്ചാൽ ഇതിൽ കൊടുക്കാം, കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇടുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നടക്കണം.